ഈ ഒരു പേര് സ്ക്രീനിൽ തെളിയുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മലയാളിയുടെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ്, അപ്പോൾ പിന്നെ എന്തായാലും കാണണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. വെൽക്കം ടു ദി അൺസെൻസേർഡ് ഷോ. ഞാൻ രേണു, എനിക്കൊപ്പം ഉള്ളത് ജിത്തു ജോസഫാണ്. ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. താങ്കളുടെ ഏത് സിനിമ വരികയാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അതിനുള്ളിൽ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചിത്രകാരന്മാർ ചിത്രം വരച്ചിട്ട് അതിന് ജീവനുള്ള പോലെ തോന്നുന്ന പോലെയുള്ള സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ഇപ്പോൾ ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ പുറകെയുള്ള പല കൊലപാതകങ്ങൾ വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു. അത് പോട്ടെ, അതൊരു കോയിൻസിഡൻസ് പോലെ കേട്ടോ. അതിനുശേഷം കൂമൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ കൂടെ തന്നെ നരബലിയുടെ വാർത്തകൾ നമ്മുടെ അടുത്തേക്കൊക്കെ എത്തി. ഇതിൻ്റെ ഗുട്ടൻസ് എന്താണ്, ഇങ്ങനത്തെ സംഭവങ്ങളും ഇതുമൊക്കെ ആയിട്ട് ആ നരബലി പോലൊരു സിനിമ എന്നൊക്കെ പറയുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോൺസെപ്റ്റും എല്ലാം കൊണ്ടുവന്നതായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചേ? അങ്ങനൊരു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അന്ന് നരബലിയുടെ ഒരു സംഭവം അതിനകത്തേക്ക് വരുന്നത് കൃഷ്ണകുമാർ വന്ന കഥ എന്നോട് പറയുമ്പോൾ അതെൻ്റെ സ്ക്രിപ്റ്റ് അല്ല. കൃഷ്ണകുമാർ വന്ന് കഥ പറയുമ്പോൾ അതിനകത്ത് ആ പോലീസുകാരൻ കള്ളനാവുന്നെന്ന് പറയുന്നൊരു തോട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഈ നരബലി സംബന്ധിച്ച ഒരു സബ്ജക്റ്റ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം നമ്മളത് രണ്ടും കൂടെ ക്ലബ് ചെയ്തൊരു ത്രില്ലർ മൂഡിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളത് അതിനു മുമ്പും പേപ്പർ ന്യൂസിലും എല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത് കൂടുതലും അതുകൊണ്ടാണ് ഞങ്ങൾ ആ കഥ കേരള തമിഴ്നാട് ബോർഡറിൽ ചെയ്തത്. അന്നൊക്കെ കൂടുതലും അത് കേരള തമിഴ്നാട് ബോർഡറുകളിൽ നിന്നുള്ള ന്യൂസായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ സിനിമ സ്ക്രിപ്റ്റ് എഴുതി വെച്ച് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ആ സമയത്ത് ഇത് കേരളത്തിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തായിട്ട് ഇത് നടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരു ഞെട്ടലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അന്നങ്ങനെ ചെയ്തു. അതൊരു പ്രത്യേക ജ്ഞാനദൃഷ്ടി കൊണ്ടൊന്നും സംഭവില്ല. അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. അതുപോലെ ജിത്തു ചേട്ടൻ്റെ ട്രെയിലറുകൾ വരുമ്പോൾ, ഇപ്പോൾ കൂമൻ്റെ ട്രെയിലർ വരുവാണെങ്കിലും എന്താണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പെർഫെക്റ്റ്ലി ആ കഥ നമുക്ക് മനസ്സിലാക്കി തരത്തില്ല. അതായത് സംശയിപ്പിക്കും, അത്ഭുതപ്പെടുത്തും, ഇതാണോ എന്ന് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കും. ഇപ്പോൾ കൂമൻ ഒരു തരത്തിലും ആസിഫ് അലിയുടെ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഷെയ്ഡ്, ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ വരുന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നില്ല. സെയിം വേ ഇപ്പം നേരാണെങ്കിൽ ഒരു ട്രെയിലർ കാണാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്മാർ കുറേ ആയി കാത്തിരിക്കുന്നു. അതെന്താണ് അങ്ങനെ വരാത്ത? എന്താ അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. ഞാനത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് വന്ന ഉടനെ നുണക്കുഴിയിലേക്ക് കയറി. കാരണം നുണക്കുഴിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. കഴിഞ്ഞ ജാനുവരി ഫെബ്രുവരിയിൽ ഈ ഒക്ടോബറിലേക്ക് പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കയറി വന്നതാണ് നേരെ. എൻ്റെ സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ആൻ്റണി പറഞ്ഞു അത് പെട്ടെന്ന് റെഡിയാക്കാമെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് കയറി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വർക്കുകളുണ്ട്. ഞാൻ ഈ ഷൂട്ട് നുണക്കുഴി മജോറിറ്റി നൈറ്റ് ഷൂട്ടാണ്. നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് രാവിലെ 6 മണിക്കൊക്കെ വന്ന് റൂമിൽ കിടന്നു കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് എഴുന്നേറ്റ് ലഞ്ചും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷന് പോകും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും നുണക്കുഴി ഷൂട്ടിലും. അപ്പോൾ അത്രയും ഹെക്റ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ടീമിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പം സാധാരണ പോകുന്ന പേസിൽ വർക്കുകൾ നീങ്ങുന്നില്ല. അതുകൊണ്ടുള്ള ഡിലേ ആണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ എവിടെ നിർത്താൻ കാണാം. നിങ്ങൾ ചോദിക്കേണ്ട രേണുവിന് ചോദിക്കേണ്ട ചോദ്യത്തിന് ഞാൻ അഡ്വാൻസ് ഉത്തരം പറയുന്നത് ശരിയാണ്. ഞാൻ അതിലോട്ട് വരായിരുന്നു. ഇപ്പം ഞാൻ താങ്കൾ തന്നെ പറയുന്നത് വായിച്ചു. അതായത് ഇതിൽ സസ്പെൻസ് ഇല്ല, ഇതൊരു ത്രില്ലർ അല്ല, ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണെന്ന്, സംതിങ് ഫിഷി. അതെങ്ങനെയാണ് അങ്ങനെ ഇതൊന്നും ഇല്ലാത്തൊരു കോർട്ട് റൂം ഒരു സംഭവം ഉണ്ടാവാമല്ലോ? കാരണം ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. അതായത് ഇപ്പം നമുക്കൊരു കേസ് അറിയാം, ഒരു ക്രൈം നടന്നു, ആ ക്രൈമിന് ആളെയും പിടിച്ചു. പക്ഷേ ഇത് കോടതിയിലെത്തുമ്പോൾ ചിലപ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാം, അവന് ശിക്ഷിക്കപ്പെടുവോ അവൻ രക്ഷപ്പെട്ടു പോവോ എന്ന് പറയുന്ന ഒരു ലീഗൽ ബാറ്റിലുണ്ട് അവിടെ. അതിനകത്ത് എവിടെയാണ് സസ്പെൻസ്? ആകെപ്പാടെ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഈ കേസ് അവനെ ശിക്ഷിക്കുമോ, അത് അവൻ രക്ഷപ്പെട്ടു പോവോ, അതിൻ്റെ ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനകത്തെ കളികൾ. ഒരു പിന്നെ ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ട് ഇത് ശാന്തിയോട് എഴുതാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ തോട്ട് ശാന്തിയായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തി എനിക്ക് കാരണം യൂഷ്വലി സിനിമയിൽ കാണുന്ന കോടതിയല്ല ഒറിജിനൽ കോടതി. പക്ഷേ 100% ഒറിജിനൽ കോടതി നമുക്കൊരിക്കലും ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഓൾമോസ്റ്റ് ഇങ്ങനൊരു കേസ് വന്നാൽ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, ആ പ്രൊസീജിയേഴ്സ് അതേപോലെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഡ്രാമ വേണം, ഇമോഷൻ വേണം, അത് സിനിമാറ്റിക് ആക്കണം, അതും വേണം. അപ്പോൾ ഫസ്റ്റ് റൈറ്റിങ്ങിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് റിയൽ ലൈഫ് നടന്നാൽ എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അത് വെച്ചിട്ട് താനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ഇരുന്നു. അപ്പോൾ അന്നേരം എന്നോട് ശാന്തി പറഞ്ഞു ഭയങ്കര ബോറായിരിക്കും, കാരണം കോടതി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. ഞാൻ പിന്നെ താൻ വർക്ക് ചെയ്യാം.
അപ്പോൾ അത് വർക്ക് ചെയ്ത് വെച്ചപ്പോൾ അതിനകത്ത് നിന്നൊരു പ്രൊസീജിയർ കിട്ടി. ആ പ്രൊസീജിയർ വെച്ചിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, എല്ലാ പ്രൊസീജിയേഴ്സും അതേപോലെ അതേ ഡ്യൂറേഷനിലൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലേ, ജഡ്ജി ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലേ, അങ്ങനെയൊക്കെ ഒത്തിരി അപ്പോൾ പ്രതിയുടെ അവസ്ഥ ഇതാണ്, വാദിയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പഠിക്കാൻ കഴിയും. അപ്പം ബേസിക്കലി ആ പ്രൊസീജിയേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് സസ്പെൻസ് ഇല്ല ഇതില്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങിയ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ, ഇതാണ് കേസ്, ഇതാണ് പ്രതി, ഇതാണ് ഓക്കെ, ഇനി കോടതിയിൽ വരുമ്പോൾ എന്തെല്ലാം കളികളാണ് അവിടെ നടക്കുന്നത്. അതാണ് ഈ സിനിമ. അതാണ് നമ്മൾ പറഞ്ഞ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുന്നത്. ഇത് കോടതി നടക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ഒരു കൊലപാതകം നടന്നു, ഉടനെ അവിടെ കോടതി വന്ന് ഒരാൾ കൊണ്ടുപോയി പിടിച്ചിട്ടു, അത് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് വക്കീൽ വാദിച്ചത് വേറൊരാളായി മാറുന്നു, അങ്ങനെയൊന്നുമില്ല. അതാണ് അതിൻ്റെ സത്യം. ഞാൻ പറഞ്ഞാൽ ഇത് വിശ്വസിക്കുകയില്ല, കാരണം ഞാൻ എൻ്റെ സസ്പെൻസ് ഇല്ലാന്നൊരു കാര്യം വിശ്വസിക്കും. പക്ഷെ ഇതാണ് ഇതിലെ സത്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ത്രില്ലറും സസ്പെൻസും പ്രതീക്ഷ വരുന്നവർ നിരാശരാകേണ്ടി വരും. അതുകൊണ്ട് അത് പ്രതീക്ഷ വരാതിരിക്കുകയായിരിക്കും സിനിമ ആണെന്നുള്ളത്. അത് ജിത്തു ജോസഫ് എന്നുള്ള പേര് മാറ്റേണ്ടി വരും, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ വരണമെങ്കിൽ. ഇനി അപ്പോൾ അതായത് ഇപ്പം ഒരു കോടതിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ പ്രൊസീജിയേഴ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. സാധാരണ കാണുന്ന പോലത്തെ ഒരാൾ വരുന്നു, അഡ്വക്കേറ്റ് കുറേ അവിടെ സംസാരിക്കുന്നു, ഇതെല്ലാം വരുന്നു അല്ല. ഓരോ സ്റ്റെപ്പ് അതിൻ്റെ പ്രൊസീജിയർ, വക്കീലന്മാരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും വാക്ക് തർക്കങ്ങളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ റിയൽ ലൈഫിലും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഒരു ഇമോഷണലും കുറച്ചുകൂടി ഒരു ആ രീതിയിലുള്ളൊരു പ്ലോട്ട് നമ്മളാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം പോലെ അത് വരണം. അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ സിനിമ ഇപ്പോൾ ജിത്തു ചേട്ടന് ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യണമെങ്കിൽ താങ്കളുടെ സിനിമകൾ നമുക്ക് പേര് ഓർത്തിരുന്ന് പറയാൻ പറ്റും. കാരണം എല്ലാത്തിലും എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ദൃശ്യമാണെങ്കിലും ലക്ഷ്യമാണെങ്കിലും മൈബോസ് എല്ലാത്തിലും എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഒരു 1 ലൈനർ കേട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു 1 ലൈനറിൽ എന്തായിരുന്നു ഒരു എക്സ് ഫാക്ടർ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നാനുള്ളത്? അല്ല, 1 ലൈനർ അല്ല, 1 ലൈൻ പോലും ഇല്ലായിരുന്നു ഇതിനകത്ത്. ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേക അവസ്ഥയിലുണ്ടായ ഒരു ക്രൈമുണ്ട്. ആ ക്രൈമാണ് എന്നെ ഇതിനകത്തേക്ക് ഇത് ചെയ്തത്. ഇങ്ങനത്തെ ക്രൈം ഒത്തിരി നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, വിദേശത്ത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുള്ള ക്രൈം. പക്ഷെ ആ ക്രൈമിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ സാധ്യതകളാണ്, എങ്ങനെയാണ് അത് കേസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ ശാന്തിയായിട്ട് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അത് ദൃശ്യത്തിൻ്റെ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ താൻ എഴുതിടാവെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി പിന്നെ നല്ല തിരക്കുമായിരുന്നു. പാവം പുള്ളി ഒത്തിരി സ്ട്രെയിൻ എടുത്തു കേട്ടോ. പുള്ളിയും ഒത്തിരി കഷ്ടപ്പെട്ടു. പുള്ളിക്ക് ഒത്തിരി തിരക്കുള്ളൊരു വക്കീലാണ്. അത് കഴിഞ്ഞ് പലപ്പോഴും സിറ്റിംഗ് നടക്കുന്നില്ല. അവസാനം ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഏറ്റുവാനൊരു കേസ് വാദിക്കാൻ പോകുന്നുണ്ട്, നമുക്ക് കാറിൽ ഒന്നിച്ച് പോകാം, അപ്പോൾ നമുക്ക് കാറിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. അങ്ങനെ ഞാൻ പുള്ളിയുടെ കൂടെ കാറിൽ പോകും. ഏറ്റുവാനിൽ എന്നിട്ട് അവിടെ ഏതെങ്കിലും എൻ്റെ ഒരു കസിൻ്റെ വക്കീൽ ഓഫീസുണ്ട്, അവിടെ പോയിരിക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളി കേസ് വാദം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തിരിച്ചുള്ള യാത്രയാണ് ബാക്കി ഡിസ്കഷൻ. ഇതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ കാറിലിരുന്നൊക്കെയാണ് ഡിസ്കഷൻ. കാരണം പുള്ളിയുടെ സമയവും നമ്മൾ ഇത് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അതാണ് ആ ഒരു ക്രൈമിൻ്റെ ഒരു പ്രത്യേകത. അതാണ് അത് വലിയ പുതുമയുള്ള ക്രൈം എന്നുള്ളതല്ല, പക്ഷെ അതിനകത്തൊരു സാധാരണ ക്രൈമിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറയുന്നത് അതിനകത്തൊരു ഇമോഷൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അല്ല, ഞാൻ ഈ കുറേ നാളായിട്ട് ഈ ത്രില്ലർ തന്നെ ചെയ്ത് ഞാൻ നമുക്കൊരു മടുപ്പ് വരുമ്പോൾ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ഇമോഷണൽ ഫിലിം, ഇമോഷണൽ ഡ്രാമ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നുണക്കുഴിയാണേലും അതൊരു ഹ്യൂമർ ബേസ്ഡ് ആണ്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു കഥ, കുറച്ചൊരു ബ്ലാക്ക് ഹ്യൂമർ ലൈനിലുള്ള ഒരു സാധനം. അപ്പം ആ ഒരു ചേഞ്ചാണ് എൻ്റെ ഇതിനകത്ത് അട്രാക്ഷൻ. പക്ഷേ ജിത്തു ചേട്ടൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മൈ ബോസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ജിത്തു ചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പെക്റ്റേഷനാണ്. അവിടെ ഒരു ത്രില്ലർ ഉണ്ടാവും, അതിനെന്തെങ്കിലും കാണും, ഒരു മിസ്റ്ററി ഉണ്ടാവും എന്ന് പറഞ്ഞ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നേരെ ഒരു ഹ്യൂമറിലോട്ട് ഇറങ്ങി വരുമ്പോൾ അതിൽ കുറച്ച് റിസ്ക് എലിമെൻസ് ഇല്ല. ആയിക്കോട്ടെ, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളൊന്നുമല്ല. ദൃശ്യം കഴിഞ്ഞിട്ട് ഞാൻ ലൈഫ് ഓഫ് ജോ ഷൂട്ട് ചെയ്തു. ഞാൻ അന്ന് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തു. ആ സിനിമ നല്ല സിനിമയാണെന്ന് ഒത്തിരി പേര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും എന്നെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ദൃശ്യം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ചെയ്തുകൊണ്ടാവാം ആൾക്കാർക്ക് അത് അതിനകത്ത് ഇമോഷനും ഹ്യൂമറും ഇതും അവസാനം ട്രാജഡി പോലെ ഒരു സിറ്റുവേഷനും ഒക്കെ ഉണ്ട്. ഞാൻ കഥ പറയല്ലേ, എനിക്കിങ്ങനെ ജീവിതം മുഴുവൻ ത്രില്ലർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ട ആസ് എ ഫിലിം മേക്കർ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ലീസ് ബോധേടാ. നമുക്കൊരു നല്ല സിനിമ വരുമ്പോൾ അതിൻ്റെ ഒരു കഥ വരുമ്പോൾ അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക്
പിന്നെ കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് വരും, അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ദൃശ്യം പോലത്തെ ഒരു സിനിമ വന്നു കഴിയുമ്പോൾ ജിത്തു ചേട്ടൻ എന്ന റൈറ്ററുടെ തിങ്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് എങ്ങനെയാണ്? ആദ്യം അതിൻ്റെ ക്ലൈമാക്സുകൾ ഏതും ആയിക്കോട്ടെ, ഇറ്റ് കുഡ് ബി ദൃശ്യം, ഇറ്റ് കുഡ് ബി എനി മൂവി, അത്തരമൊരു ത്രില്ലർ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്നത് കഥയാണോ അതോ ക്ലൈമാക്സ് ആണോ? എങ്ങനെയാണ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ പലരും ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ക്ലൈമാക്സ് പിന്നെ വരുന്നതാണ്. ചില സിനിമയ്ക്ക് നമുക്ക് അതിൻ്റെ തുടക്കവും ഒരു ഇൻ്റർവെൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഈ കഥയുടെ ഒരു ഫ്രെയിം ആകണം, ഫ്രെയിമായിട്ട് പറ്റില്ല. മിക്കവാറും ചിലപ്പോൾ ഒരു ക്യാരക്ടർ, ഒരു സിറ്റുവേഷൻ, നമ്മളല്ല ദൃശ്യം തന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല എങ്ങനെ ഉണ്ടായെന്ന്. കുറേ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 ഫാമിലി തമ്മിലുള്ള ഒരു ഗുസ്തിയെക്കുറിച്ച് അല്ല കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് കേൾപ്പോൾ ആദ്യം ഒരു ലീഗൽ ബാറ്റിൽ എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ കൺസീവ് ചെയ്ത്. പിന്നെ അത് അന്ന് ഞാൻ സിനിമയിൽ പോലും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ വന്നപ്പോൾ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് വന്നു. അന്ന് മൊബൈൽ ഫോൺ വരുന്നു, അതിൻ്റെ ഇങ്ങനെ അന്ന് പോലും ക്ലൈമാക്സ് എങ്ങനെയാണെന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെയും മാറ്റം വന്നിട്ടുണ്ട് ക്ലൈമാക്സിന്. പോലീസ് സ്റ്റേഷനൊന്നും അതില്ലായിരുന്നു, മനസ്സിലായോ? ആദ്യം ആ 2 ഫാമിലി എന്ന് സംസാരിക്കുന്നത് ഈ വരുണിനെ കുഴിച്ചിട്ട സ്ഥലത്തിന് മുകളിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അതിനകത്ത് ഒത്തിരി ലോജിക്കൽ ഇഷ്യൂ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ അതെങ്ങനെ ശരിയാവും, ഭയങ്കര കോയിൻസിഡൻസ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചിന്തിച്ചാണ് അത് പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ചിലതിന് നേരത്തെ ക്ലൈമാക്സ് കിട്ടും. കൂമന് നമുക്ക് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ക്ലൈമാക്സിലേക്ക് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ കയറി വന്നത് പിന്നീട് ഡിസ്കഷനിലൂടെയാണ്. അതൊക്കെ ഇങ്ങനെ ചിലതിനുണ്ടാവും, ചിലതിനുണ്ടാവില്ല. എന്നാൽ എൻ്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ആ ക്രൈമിൻ്റെ പാറ്റേണിൽ നിന്നാണ് ഞാൻ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തെടുത്തത്. അത് ഓരോന്നും ഓരോ രീതിയല്ല. അതിപ്പോൾ നമുക്കങ്ങനെ ആദ്യം തന്നെ ക്ലൈമാക്സ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ സഞ്ചരിക്കാതെ അതെ, ഫുള്ളായിട്ട് ബാക്കിലേക്ക് റിവേഴ്സ് വർക്ക് ചെയ്തത് ഡിറ്റക്റ്റീവ് ആയിരുന്നു. ബാക്കിയൊന്നും അങ്ങനെയല്ല. നമുക്കൊരു കഥ വന്നു മനസ്സിലത് കൊണ്ടുപോയിട്ടാണ്, പിന്നെ ഉടനെ എഴുതുമല്ലോ, നമ്മൾ ഉടനെ അത് മനസ്സിലത് ആശയം കൊണ്ട് നടന്ന് അതിനെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഓരോരോ ഇങ്ങനെ മനസ്സിലിട്ട് അതിങ്ങനെ കൊണ്ടുവന്നൊരു ഫ്രെയിമായി കഴിയുമ്പോഴാണ് ഓക്കെ ഇത് എങ്ങനെയൊക്കെ കൊണ്ടുപോയി അവസാനിപ്പിക്കാം, എങ്ങനെയെന്നൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മിർച്ചിക്ക് തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂ തന്നപ്പം ജിത്തു ചേട്ടൻ പറഞ്ഞിരുന്നു ദൃശ്യം 3യുടെ ക്ലൈമാക്സ് റെഡിയാണ് എന്ന്. അതിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. പക്ഷെ അപ്പം അത് റെഡി ആണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ അത് കാണാനായിട്ട് ഞങ്ങൾക്ക് ഇനി സമയം വെയിറ്റ് ചെയ്യണം? കാണാൻ പറ്റുമെന്ന് പോലും ഉറപ്പില്ല. കാരണം ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇനി 3rd വന്നാൽ അത് ഇങ്ങനെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിലൊരു തോന്നലുണ്ട്. അത് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നാളെ വേറെ ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്ലൈമാക്സ് മാറിയേക്കാം. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ അത് അവസാനിപ്പിക്കും, ഇനി ഇതിനൊരു 3rd പാർട്ട് ഉണ്ടായാലും അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കണം. അത് അന്ന് ഞാൻ ലാൽ സാറിന് വിളിപ്പോൾ ലാൽ സാറിന് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്ന് കരുതി അതിലേക്ക് എത്തണ്ടേ, അതിലേക്ക് എത്താൻ എന്തെല്ലാം ഇതുണ്ട്. ഒന്നാമതേ ആൾക്കാർക്ക് അതുപോലത്തെ എക്സ്പെക്റ്റേഷനുള്ള ഒരു പ്രൊജക്റ്റായിരിക്കും അത്. അതുകൊണ്ട് ഞാനതിനകത്ത് കൈവയ്ക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സാധനം കിട്ടിയാലേ കൈവയ്ക്കുള്ളൂ, അല്ലെ ചെയ്യല്ല, അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് അനൗൺസ് ചെയ്ത പൈസ എന്ന് എനിക്കറിയാം, മനസ്സിലായോ? അൺബിലീവബിൾ പൈസയാണ്. കാരണം അതുപോലെ കാരണം ഹിന്ദി അടക്കം അവരെല്ലാം എന്നോട് പറഞ്ഞിരിക്കുന്നത് അനൗൺസ് ഒന്നിച്ച് ചെയ്യാം അങ്ങനെ ഇങ്ങനെയാണെന്നാണ്. സോ പക്ഷേ അതിനുവേണ്ടി ചെയ്യണമെന്ന് താല്പര്യമില്ല. ഒരു നല്ല സാധനം കിട്ടുവാണെങ്കിൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. അതുപോലെ അത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായത് ഇനിയും ക്ഷമ വേണം, സമയം. ആ ഡയലോഗ് എല്ലാവരും പറയണ പോലെ അത് ഇത്ര ഹിറ്റായി പോകുന്ന ഓർത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡയലോഗ്. ഹിറ്റാണോ? എന്താരും പറഞ്ഞിട്ടുണ്ടെങ്കിലും സമയമെടുക്കും, ക്ഷമ വേണം. അത് മീം പോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ജിത്തു ചേട്ടൻ കണ്ടിട്ടില്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രോളുകൾ കണ്ടിട്ടില്ലേ? അതുപോലെ ജിത്തു ചേട്ടന് 2 പെൺമക്കളാണ്. അതെവിടെയോ ഞാൻ ആരാണ്ട് ഫേസ്ബുക്കിലോ ആരാണ്ട് ഇത് പുള്ളി തന്നെ ആരാണ്ട് തട്ടി കുഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പറമ്പൊന്ന് കുഴിച്ചു നോക്കണത് അത് എവിടെയോ ആരാണ്ട് എനിക്ക് അയച്ചു തന്നു. അല്ല ഇങ്ങനെ ഒന്നാമതെന്ന് അറിയോ, എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊക്കെ വിട്ടിട്ട് ഞാൻ എൻ്റെ ഒരു ലോകത്തേക്ക് കയറും. അതുകൊണ്ട് തന്നെ പിന്നെ ഇതുമായിട്ട് പിന്നെ ഞാൻ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊന്നുമില്ല, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടെന്നല്ലാതെ അതിങ്ങനെ ഒത്തിരി ഫോളോ ചെയ്തു. പിന്നെ ഞാനിരുന്ന് കാണുന്നത് ഓൺലൈനിൽ കാണുന്നത് താർപ്പൻ കോമഡി, ഇങ്ങനത്തെ കുറേ കോമഡി ഷോസും ഇരുന്ന് എനിക്ക് ചിരിക്കാനായിട്ട് അങ്ങനത്തെ അതാണ് എൻ്റെ ഫേവറേറ്റ്. അതിപ്പോഴും ഇരുന്നു. ഇപ്പോൾ ഒരു ചിരി ബമ്പർ ചിരി അങ്ങനത്തെ അല്ല കോമഡി എനിക്കതാ ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ ഫുൾ ടൈം അത് കാണും. അത് ഇങ്ങനെ ഇത് കണ്ടു. അത് പിള്ളേരെയൊക്കെ ഈയിടെ ഇപ്പോൾ ഇതിനകത്തൊക്കെ നുണക്കുഴിയിലൊക്കെ ഞാൻ താർപ്പൻ കോമഡി അത് ഇവിടുന്നൊക്കെ ഒത്തിരി ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റ് അവരൊക്കെ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്, ഇന്നലെ വന്ന് പുള്ളിക്കാരി വന്ന് ഭയങ്കര ചെറിയൊരു വേഷമാണ്. ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്ന് ചെയ്തു. അപ്പോൾ ഇന്നലെ മോളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറയാം ഡാഡി ഫുൾ ടൈം ഇരുന്ന് കാണുന്ന പരിപാടിയായിരുന്നു അതെന്നൊക്കെ പറഞ്ഞു. താങ്കളുടെ വീടപ്പോൾ ചിരിമയമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ചിരിക്കുന്നുള്ളൂ, മറ്റവരത്ര ചിരിയില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞു പുള്ളിക്കാരിയോട് പറഞ്ഞു ഞാൻ ഇവരെയൊക്കെ വിളിക്കുമ്പോൾ അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെയല്ല,
കണ്ടത് തന്നെ 15 മണിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അന്നേരത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ഓടി മാറി പോകുന്നു. കുറ്റം പറയാൻ പറ്റത്തില്ല ജിത്തു ചേട്ടാ. പുതിയ സിനിമകളിലെ തമാശകളുടെ കുറവുള്ള ദാരിദ്ര്യം കൊണ്ടാണോ പഴയ ചിരികളിലൂടെയൊക്കെ താങ്കൾ പോയിക്കൊണ്ടിരിക്കണേ? അത് സിനിമകളുടെ ഇതിൻ്റെ കുറവല്ല, എനിക്ക് സ്കിറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് 6 മിനിറ്റ് ഇതല്ലേ ഉള്ളൂ, പെട്ടെന്ന് പരിപാടിയും തീരും. ഇപ്പോൾ ഈയിടെ മറ്റേ പിന്നെ വൈക്കം ബാസി പോൾസനൊക്കെ കൂടി ഒരു ചിരി മെമ്പർച്ചിരിയിലൊരു സാധനമുണ്ട്. ഞാൻ എല്ലാ ദിവസവും തന്നെ ഉച്ചയാകുമ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോൾ അതൊരു ഒരു ഫസ്റ്റ് പാർട്ടും ഉണ്ട് സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആദ്യം ഒരു പിന്നെ പള്ളിയിൽ നാടകം കളിക്കാൻ പറ്റും, പിന്നെ അത് രാജാപ്പാട്ട്. എന്നിട്ട് ബാസിനെ ഞാൻ ഈ പടത്തിൽ വിളിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാട്ടോ. അതിന് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അപ്പം എനിക്ക് വേണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ അത് രണ്ടും കാണും. കാരണം എനിക്ക് ഭയങ്കര റിലീഫാണ് ഈ ടെൻഷൻ. വീണ്ടും വീണ്ടും അപ്പൊ പിന്നെ മക്കളെ ഞാൻ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റില്ല. അവൻ ഞാൻ വിളിക്കാറുമില്ല ഇപ്പോൾ തന്നെ കണ്ടോളൂ. ഇനി ജിത്തു ചേട്ടൻ്റെ സിനിമകളിൽ ഇപ്പോൾ കൂമൻ എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ ആസിഫ് അലി ശരിക്കും നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ. ആസിഫ് അലി അല്ലാതെ വേറൊരാളാണ് രാത്രി പോയത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ പിടിക്കണം അവനെ. ആസിഫ് അലി ആകുമ്പോൾ ടെൻഷനാണ്, ഇതെങ്ങനെ പിടിക്കുമോ, ഇന്ന് രാത്രി ആരെങ്കിലും എഴുന്നേക്കോ എന്നുള്ളൊരു ചിന്തയാണ്. അതുപോലെ ഇപ്പം ദൃശ്യം ചെയ്ത സമയത്ത് അതിലെ ഒരു സീൻ എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ കലാഭവൻ ഷാജോൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്ന മോഹൻലാലിനെ തല്ലി ഒരേ ഒരു വില്ലൻ താങ്കളല്ലേ എന്നുള്ളതിൽ. അപ്പം അത് വീണ്ടും ഈ സിനിമ അടുത്ത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, അദ്ദേഹത്തെ പോലെ ഒരാളെ അതുപോലെ ഒരു അടിക്കുന്ന ഒരു സീന് അങ്ങനെ ഒരെണ്ണം ഇല്ല നമുക്ക് അങ്ങനെ കാണാൻ പാകത്തിനുള്ളത്. വാസ് ഇറ്റ് എ കോൺഷ്യസ് ഡിസിഷൻ? അദ്ദേഹത്തിനെ കൂടുതൽ മനുഷ്യനായിട്ട് കാണണമെന്നുള്ളത് കൊണ്ട് ആ ഒരു അടി എന്നുള്ളൊരു രംഗം കൊണ്ടുവന്നതാണോ, അതോ ഒരടി ഒരിത് എന്തായിരുന്നു അവിടെ? അത് ഒരിക്കലും ഞാൻ മോഹൻലാലിനെ ഇങ്ങനെ ഇപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ മോഹൻലാലിനെ അങ്ങനെ തല്ലുന്ന സീൻ കൊണ്ടുവരണമെന്ന് ഇത് ചെയ്തിട്ടല്ല. ആ സിനിമ കഥ, ആ ക്യാരക്ടർ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പോലീസുകാരൻ്റെ കയ്യിൽ ആ ക്യാരക്ടറിനെ കിട്ടി എന്ത് ചെയ്യും? ഉറപ്പായിട്ടും തല്ലിയിരിക്കും. അത് കഴിഞ്ഞ് പിന്നീട് അവിടെ ഒരു ചില ഡിസ്കഷൻസ് ഉണ്ടായി. തിരിച്ച് അവനെ ഓടിച്ചിട്ട് നാട്ടുകാരെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞില്ല, ജോർജ് കുട്ടി തിരിച്ചൊരു തല്ല് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഫാൻസിൻ്റെ ഒരു സ്പിരിറ്റിൽ കുറച്ച് പേര് പറഞ്ഞു. ഞാൻ പിന്നെ ഒരിക്കലും തല്ലില്ല. കാരണം ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അയാളൊരു നല്ല മനുഷ്യനാണ്, അയാളൊരു എന്താ പറയുക ഒരു സത്യസന്ധനായ മനുഷ്യനാണ്. പക്ഷേ ഇവിടെ ഒരു ക്രൈം മറയ്ക്കാൻ കൂട്ടുന്നു. അത് അയാളുടെ ഗതികേടാണ്, അയാളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളൊരു നന്മയുള്ളൊരു മനുഷ്യനാണ്. അയാൾക്കറിയാം സഹദേവൻ എന്ന് പറയുന്ന പോലീസുകാരൻ അയാൾക്ക് എത്ര ഹിഡൻ അജണ്ട ഉണ്ടെങ്കിലും അയാൾ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ തല്ലാൻ ജോർജ് കുട്ടിയുടെ മനസ്സനുവദിക്കില്ല. കാരണം എന്തിൻ്റെ ബേസിലാണ് തല്ലുന്നത്? അയാൾ എന്ത് തെറ്റ് ചെയ്ത്? അയാളൊരു അന്വേഷണം നടത്തി ഇത് ചെയ്തു. പക്ഷേ സഹദേവനൊരു ഹിഡൻ അജണ്ടയുണ്ട്, ഇവൻ്റെ രണ്ടെണ്ണം പൊട്ടിക്കുക എന്നുള്ളത്. അപ്പം ജോർജ് കുട്ടിയെ കൊണ്ട് ഞാനത് തിരിച്ച് തല്ലിക്കാത്തതിൻ്റെ കാരണം അതാണ്. ആ ക്യാരക്ടറിന് അയാളെ തല്ലാൻ പറ്റത്തില്ല. കാരണം തെറ്റ് ചെയ്യുന്ന ഞാനാന്ന്, ആ സിറ്റുവേഷനിൽ തെറ്റ് ചെയ്യുന്ന ഞാനാന്ന് ജോർജ് കുട്ടിക്ക് നല്ല ബോധമുണ്ട്. അപ്പം നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ആംഗിൾ വെച്ചിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ ഇതേവരെ ഇങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇത് കുറേ നാൾ കൂടിയാണ് മോഹൻലാൽ ഇപ്പോൾ ഒരു വക്കീൽ വേഷം ചെയ്യുന്നത്, ഫുൾ ഫ്ലെഡ്ജ്ഡ് വഴി. അത് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഇത് നമ്മൾ വർക്ക് ചെയ്ത് ഇപ്പോൾ ലാൽ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കഥയുണ്ട്, അന്നോട് പറഞ്ഞു ആ കൊള്ളാലോ, കഥയാണ് അതിനകത്ത് അട്രാക്ഷൻ. അപ്പോൾ ഒരു ഇമോഷണൽ ഡ്രാമയാണ്, ത്രില്ലറൊന്നുമല്ല. അപ്പോൾ ലാൽ സാറ് വന്നു ചെയ്യുന്നു, ഇത് ചെയ്തു പോകുന്നു. ഇതിനകത്തും ലാൽ സാർ വളരെ സാധാരണക്കാരനായ ഒരു വക്കീലാണ്, മനസ്സിലായോ? അപ്പോൾ ഈയിടെ ആരാണ്ട് എന്നോട് പറഞ്ഞു, ലാലേട്ടൻ ഈടെയായിട്ട് ഇപ്പോൾ പിന്നെ ലാലേട്ടൻ 2 അടിയോ ഇടിയൊക്കെ കൊള്ളുന്നത് ജിത്തുവിൻ്റെ പടത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊടുക്കുവാണ്. പക്ഷെ അങ്ങനെ ബോധമല്ല, എൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ്. ഇനി റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു കാഴ്ച, ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ജിത്തു ജോസഫ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു പെയിൻറ്റിൻ്റെ പരസ്യത്തിൽ. അങ്ങനെ മുഖങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങി. അത് ഇനി ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അത് എന്നെ ഒരാൾ പുള്ളി എൻ്റെ ഒരു സുഹൃത്താണ്, വർമ്മ, നമ്മുടെ ആഡ് ഫിലിം മേക്കർ വർമ്മ. അപ്പോൾ എന്നെ പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് വിളിച്ചിട്ടില്ല, എനിക്ക് വേണം പാവം പെട്ടുപോയെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നെ ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം എന്നെ ഒരു സിനിമയ്ക്കകത്ത് വേല എന്ന് പറഞ്ഞ സിനിമ ആണെങ്കിലേ, അതിനകത്തൊരു ക്യാരക്ടർ എനിക്ക് പറഞ്ഞിരുന്നു. അതിൻ്റെ ഡയറക്ടറും അന്ന് ഇവരെല്ലാം വിളിച്ച് കുറേ അവസാനം ഞാൻ റാമിൻ്റെ ഇതിന് വേണ്ടി മൊറോക്കോ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുളമാകും, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുളമാകും. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് പോയേ പറ്റൂ. അപ്പോൾ ഈ ഡേറ്റ്സ് ഭയങ്കര ടൈറ്റാണ്. അവസാനം ഞാൻ മൂക്കയുടെ ജോർജ് ഇല്ലേ, ഞാൻ പുള്ളിയോട് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഒഴിവാക്കണം, കാരണം ശരിയാവത്തില്ല. അല്ല, അതിനകത്തൊരു വേഷം ഞാൻ പറഞ്ഞു, പിള്ളേർ പറഞ്ഞു ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എനിക്കറിയില്ല, അത് എൻ്റെ അടുത്ത് വരുന്നവരൊരാളുടെ കോൺഫിഡൻസാണ്. പക്ഷെ ചിലപ്പോൾ കാണാം,
അതായത് ഇനി ഒരു സിനിമയിൽ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വന്ന് ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. ചുമ്മാ ഇതൊന്ന് പരീക്ഷിക്കാൻ നമുക്ക് ആർക്കാ താല്പര്യമില്ലാത്തത്? ലോകത്തിൽ 95% ആൾക്കാർക്ക് അഭിനയിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും മോഹം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനുള്ളൊരു കൗതുകം എനിക്കുണ്ട്. മനസ്സിലായോ? പക്ഷേ ഒരു ഡയറക്ടർ ജിത്തു ജോസഫിനെ പോലെ ഒരു ഡയറക്ടർ ചെന്ന് നിന്നിട്ട് ജിത്തു റീടേക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു കുത്തൽ വരുമോ, ഒരു വിഷമം വരും? എന്തിനു കുത്തൽ പറഞ്ഞു? ഒന്നുകിൽ എനിക്കുള്ള കഴിവില്ലാണ്ട്, അല്ലെങ്കിൽ അത് ആ ഡയറക്ടർ പറഞ്ഞതുപോലെ എനിക്ക് കൺസീവ് ചെയ്തതുപോലെ എനിക്കത് മനസ്സിലാകാഞ്ഞിട്ട് ഏതെങ്കിലും ആയിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഡയറക്ടേഴ്സിൻ്റെ വേണ്ടി ഫുൾ കോൺഫിഡൻസിലാണ് നിൽക്കുള്ളൂ. അദ്ദേഹം എന്ത് പറയുന്നു, നല്ലതായാലും ചീത്തയായാലും ചെയ്യാം. അതാണ് ഒരു ആക്ടറിൻ്റെ കടമ, ഒരു ആക്ടറിൻ്റെ ഉത്തരവാദിത്വം അതാണ്. അപ്പോൾ ജിത്തു ചേട്ടാ ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ക്യാരക്ടറും ആയിക്കൊള്ളട്ടെ, അപ്പോൾ അവരോടൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താനോ, ഇപ്പം ലാലേട്ടനെ പോലെ ഒരാളോട് എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വരണമെന്ന് പറയണമെന്ന്, അതല്ലാത്ത പുതുമുഖങ്ങളാണെങ്കിൽ അങ്ങനത്തെ ഒത്തിരി പേർക്ക് അവസരം കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ജിത്തു ചേട്ടൻ. അപ്പോൾ അവരോട് ആ ഒരു ക്യാരക്ടർ സ്റ്റഡി ചെയ്തിട്ട് വരാനോ മാനറിസംസ് പഠിച്ചിട്ട് വരാനോ ഒന്നും പറയത്തില്ല? അല്ല, പറയും. അങ്ങനെയല്ല, അത് അവർ തന്നെ ഒരുമാതിരിയുള്ള, ഞാനൊന്നാമത് ഒത്തിരി പുതുമുഖങ്ങളെ വെച്ചെന്ന് പറഞ്ഞാൽ ടോട്ടലി ഫ്രഷ് ആയിട്ടുള്ള വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി എവിടെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ അവരുടെ തന്നെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് അതിനകത്തുണ്ടാവും. അതിനകത്തുനിന്ന് എനിക്കത് വേണോ വേണ്ടയോ എന്നുള്ള സെലക്ട് ചെയ്യാറാണ് ഞാൻ പതിവ്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ ടോട്ടലി ഫ്രഷ് ആയിട്ടുള്ള പുതുമുഖങ്ങളെ വെച്ചിട്ട് ഫുൾ പടമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അതിന് എഫേർട്ട് കൂടുതലാണ്. അതിനൊരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല. പക്ഷേ അത്യാവശ്യം ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുമുണ്ട്. ടോട്ടലി ഇന്നവർ അഭിനയിക്കാത്തവർ നമ്മൾ ചെറിയ ഇങ്ങനത്തെ ഇപ്പം അങ്ങനെ ഒരു ഇതൊക്കെ നടത്തിയിട്ട് നമ്മളൊരു ട്രയലൊക്കെ നടത്തിയിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും ഇപ്പോൾ ഈ കോമഡി പ്രോഗ്രാംസ് ചെയ്യുന്ന എടുക്കുന്ന അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ്. എന്ത് കഴിവുള്ളവരാണെന്നറിയോ? അവർക്ക് ഒത്തിരി ജീവിതാനുഭവം ഉണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു സാധനം എടുത്തിട്ട് അവർ ചെയ്യും. അപ്പോൾ പറയും നമ്മളിങ്ങനെ കാണിക്കാം. പിന്നെ അതൊരു ഇൻട്രാക്ഷനാണ്. അപ്പോൾ പറയും ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യട്ടെ, ഇങ്ങനെ ഒരു മാനേഴ്സ് ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈയിടെ കഴിഞ്ഞ ദിവസം സൈജു നുണക്കുഴി വന്നപ്പം സൈജു പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ദന്തിസ്റ്റാണ്. അപ്പോൾ പറഞ്ഞു ആ ദന്തിസ്റ്റിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ഇതിനകത്ത് വർക്കാകത്തില്ല, ഇന്ന കാരണങ്ങളുണ്ടെന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പം അവരും കൊണ്ടുവരാം, ഡെഫിനറ്റ്ലി. കാരണം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻ. ഇപ്പോൾ രേണുവിന് ചില കാഴ്ചപ്പാടുണ്ട്, രേണു കണ്ട കാഴ്ചകൾക്ക് പരിമിതികളുണ്ട്. രേണു കണ്ടതിന് പുറത്ത് ഉള്ള ലോകം കണ്ടവരായിരിക്കും ഇങ്ങ് വരുന്നത്. രേണു കാണാത്ത പല കാഴ്ചകളും പല ക്യാരക്ടേഴ്സും. അപ്പോൾ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യല്ലേ വേണ്ട, അല്ലാതെ എൻ്റേത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. അത് നമ്മുടെ ഇതിനകത്ത് സെറ്റാകുമോ എന്നുള്ളത്, നമ്മുടെ ഈ പറഞ്ഞ സിനിമയ്ക്കകത്തേക്ക് അത് സെറ്റാകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇപ്പോൾ ജിത്തു ചേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, കഥകൾ വായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ മനുഷ്യരും കടന്നു പോകണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എനിക്കിപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതെന്താണ് അങ്ങനെ എല്ലാവരും അത് അറിഞ്ഞിരിക്കണ്ടേ, അത് മനസ്സിലാക്കണ്ടേ എന്ന്. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ പലരും കല്യാണം കഴിക്കണേ എന്തിനാണ്, കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന ഒരു ഇത് നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ എല്ലാവരും പലരും എന്നോട് സംസാരിക്കാൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾ അങ്ങനെ എടുക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? ലൈഫിൽ ഇപ്പം നമുക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറി ട്രാവൽ ചെയ്യുന്നുണ്ട്, കാറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. അപ്പം ലൈഫിൽ ചിലപ്പം ഈ മദർഹുഡ് അല്ലെങ്കിൽ ഈ പറയുന്ന വൈഫ് എന്നൊക്കെ പറയുന്ന റോളുകൾക്കകത്ത് ഒത്തിരി സന്തോഷവും ഇതുള്ളതുകൊണ്ട് ചില ദുഃഖങ്ങളും ഉള്ളതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ നമ്മളെ പേരൻസ്, അച്ഛനും അമ്മ അല്ല മക്കൾ എന്നൊക്കെ പറയുന്ന ഇമോഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരത് മിസ് ചെയ്യും. അതെനിക്ക് എല്ലാവരും പറയുമ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കല്ലേ. നിങ്ങൾ നോക്കി ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ലോ. പണ്ട് എന്തായിരുന്നു, ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കും, ആരോ ഒരുത്തം വന്ന് കാണും, വീട്ടുകാർ തീരുമാനിക്കും. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം എൻ്റെ പിള്ളേരടക്കം എന്താ പറയുന്നത്, ആരാണ്, ഓക്കെ ഞങ്ങൾ ഒരു വർഷം സംസാരിക്കും, വൈബ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും, എന്നിട്ടേ കിട്ടുള്ളൂ. വൈബ് വാട്ടെ ആയിക്കോട്ടെ. പക്ഷെ അപ്പോഴും അവിടെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതിനെ ഒളിച്ചോടരുതെന്നാണ്. കാരണം നമുക്കൊരു ധൈര്യം വേണ്ടേ. ഇപ്പം എന്താ ഒരു വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ടായില്ലേ, 2 വഴിക്ക് പോവാം. ഇനി അതല്ല, കല്യാണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ഇങ്ങനെ പിടിച്ചിടുന്നു, ഡൈവോഴ്സ് അങ്ങനെ ഇതാണെങ്കിൽ ഇപ്പം ലിവിങ് ടുഗദർ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതേപോലെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എന്തിനീ പലരും വിവാഹം കഴിക്കുന്നത്, ഇപ്പം ആൺകുട്ടികൾക്കും ഉണ്ടെന്ന് തോന്നുന്നു, എന്തിനാ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഞാൻ അതിനെതിരാണ്. ശരിയാണ്, ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്ത് പോകുമ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, കംഫർട്ട്സ് ഉണ്ട്, ഡിസ്കംഫർട്ട്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം മാനേജ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ അതിനകത്തൊരു നമ്മുടെ കഴിവ് തെളിയിക്കുന്നത്.
അല്ലേ? അപ്പോൾ അതിനാ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും. പിന്നെ എന്നോട് പണ്ട് ഈ ക്വസ്റ്റിന് ഇതാണോ എന്നറിയില്ല, ഞാൻ SB കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ റെക്ടർ അച്ഛൻ അവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ മാസത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മെഡിക്കൽ കോളേജ് ഒന്ന് സന്ദർശിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ലക്കി യു ആർ എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ പല ആൾക്കാരുടെ ഈ ഓട്ടവും മത്സരവും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡ് ഓഫ് ദ ഡേ എന്താണ്? കാരണം ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഉള്ളത് സന്തോഷമായിട്ട് നല്ല സൗഹൃദത്തിലും എന്ന് കരുതി നമുക്ക് ദേഷ്യം ഉണ്ടാകിയാലും വഴക്കുണ്ടാകിയാലും ഇതൊക്കെയാകാം. പക്ഷേ വഴക്കുണ്ടായാലും അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യുക. അങ്ങനെ അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞൊരു ഇതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളതൊക്കെ മറന്നു പോകും. മറക്കുന്നത് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷേ ഇത് ഈ ചോദ്യത്തിനുള്ള ഉത്തരവല്ല, ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ അറിയേണ്ട, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ക്യാൻസർ വാർഡ് ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ജിത്തു ചേട്ടൻ 2 പെൺമക്കളാണ്. അപ്പം ഞാൻ അറിയാവുന്നിടത്തോളം ഞാൻ അതിലൊരാളോട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, വളരെ ഫ്രീഡം കൊടുക്കുന്ന ഒരു അച്ഛനാണ്. അപ്പം ഒരു റൂൾ എന്താണ്? അതായത് ബാക്കിയൊക്കെ ഓക്കെ, പക്ഷേ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണം എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു റൂളുണ്ടോ ജിത്തു ചേട്ടൻ എന്തെങ്കിലും അവർക്ക് കൊടുത്തേക്കുന്നത്? ടീനേജിൽ വരെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം ടീനേജ് പഠിച്ചുകൊണ്ടിരുന്ന അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈമറി ഇതെന്ന് പറയുന്നത് പഠനമാണ്. അത് നിങ്ങളുടെ മാക്സിമം പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് റിസൾട്ട് മാർക്ക് ഇച്ചിരി കുറഞ്ഞൊന്നും എൻ്റെ പ്രശ്നമല്ല. പക്ഷെ അവരെല്ലാം 95+ ആയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പം ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയാണോ ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എൻജോയ് ചെയ്തു. ഇപ്പോൾ അവരെല്ലാം പഠിത്തം പൂർത്തിയാക്കി, ഓരോ കാര്യങ്ങളിലേക്ക് ഓരോ ഫീൽഡ് സെലക്ട് ചെയ്യുന്നു. നോ റെസ്ട്രിക്ഷൻ. അതാണോ ഇഷ്ടം ചെയ്തു. കാരണം എൻ്റെ പേരൻസ് എനിക്ക് ആ ഫ്രീഡം തന്നു. അങ്ങനെയാണോ ചെയ്തു. ഒന്നിനും റെസ്ട്രിക്ഷൻ ഇല്ല. ഒന്നിനും ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് തീരുമാനിക്കുന്നതാണ്. അതിൻ്റെ ഗുണവും ദോഷവും നിങ്ങൾ അതിൻ്റെ അടുത്താണ്. നീ പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് അത് നിങ്ങളുടെ സ്മാർട്ട്നെസ്. പിന്നെ ചെറുപ്പം തൊട്ട് ഞാൻ ഇളയ പിള്ളേരൊക്കെ അവർ LKG UKGയിലായിരുന്നപ്പോൾ തൊട്ട് ഞാൻ അവർക്ക് ഫീസ് ഞാനല്ല കൊണ്ട് അടയ്ക്കുന്നത്, ഇവരെ കൊണ്ട് അടപ്പിക്കും. എന്നിട്ട് ഒരു തവണ ഒരാൾക്ക് 50 രൂപ കുറവാണ് മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ പെട്ടെന്ന് പുള്ളി സങ്കടത്തോടെ കരഞ്ഞു. ഞാൻ പിന്നെ കുഴപ്പമില്ല, ഇതൊരു എക്സ്പീരിയൻസാണ്, പൈസ പോവും, പലതും അങ്ങനെ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് പഠിക്കും. അപ്പോൾ അടുത്ത തവണ അത് വളരെ ഇതായിട്ട് എണ്ണും. LKG പഠിക്കുന്ന കൊച്ചുകൊണ്ട് ഫീസ് അടയ്ക്കുക ഓഫീസിൽ പോയി. അപ്പോൾ അവർ തന്നെ അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെത്താൻ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് വരട്ടെ. മിസ്റ്റേക്സ് ഉണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിൽ നിന്ന് അവർ ലേൺ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, അവരവരുടെ കാര്യങ്ങൾ നോക്കും, ഇത് ചെയ്യും. എന്ന് കരുതി ഞാനും ചില കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അപ്പോൾ അവർ എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, ഞാൻ ഇതിന് സൗകര്യം പോലെ ചെയ്തു, പക്ഷേ ഇതിങ്ങനെയാണെന്നാ എൻ്റെ അഭിപ്രായം. അതൊക്കെ ഉണ്ടാവും. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുന്നു, അത് ശരിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല. ചിലപ്പോൾ അത് പോയി ചെയ്യുമ്പോൾ അവർ പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് നല്ല ഇടികൂടാറുണ്ട്. ദേ ആർ ലൈക്ക് ഫ്രണ്ട്സ് ആക്ച്വലി. അങ്ങനെയാണ്. അതുകൊണ്ട് അവരും എന്തും വന്ന് പറയും. ഇപ്പം എൻ്റെ സിനിമയെ നിശ്ചിതമായിട്ട് അവർ വിമർശിക്കും. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ കുറേ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കും. അത് കഴിഞ്ഞാലേക്ക് അവർ പറഞ്ഞു അതിനകത്തും കാര്യമുണ്ട്. പിന്നെ പുതിയ പിള്ളേരാണ്, അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. ഈ മൂവീസിൽ അവരുടെ ഇൻപുട്ട് വരാറുണ്ടോ കഥകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ? ഡെഫിനറ്റ്ലി. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കാൻ കൊടുക്കുന്നത് അവർക്കാണ്. അവർ വായിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ പറയും. ദൃശ്യം 2 ഒക്കെ ആദ്യം വായിച്ചത് എൻ്റെ വൈഫും പിള്ളേരുമാണ്. അവർ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് പ്രൊസീഡ് ചെയ്തത്. അതിന് മുമ്പ് പറഞ്ഞായിരുന്നു വെറുതെ നല്ലൊരു പേരുണ്ടത് കളയണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ അവർ സ്ക്രിപ്റ്റ് വായിച്ച് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞു, അതാണ്. പക്ഷേ ചിലത് അവരുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ട് അവരുടെ ഒപ്പീനിയൻസ് ശരിയാവണമെന്നില്ല. ചിലത് അവരുടെ ജനറേഷൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഈയിടെ ഈ പറഞ്ഞ പോലെ ഈ കല്യാണം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എനിക്ക് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, അതങ്ങനെയല്ല, അങ്ങനെ ഭീരുക്കളായിട്ട് വിളിക്കുന്നത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ അവരതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കട്ടെ. വരണടുത്ത് വെച്ചെന്ന് നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ, ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തീർച്ചയായിട്ടും. ഇനി ഇപ്പം ദൃശ്യം നേര് കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്? എനിക്ക് ആകപ്പാടെ പറയാനുള്ളത് ത്രില്ലറും സസ്പെൻസും ട്വിസ്റ്റൊന്നും പ്രതീക്ഷിച്ച് പറയരുത്. ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ് ഈ സിനിമ. അത് സത്യസന്ധമായിട്ട് പറയുകയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ, ട്രെയിലർ റിലീസ് ചെയ്യാൻ പോവാണ്, ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓ ഇതാണോ കഥ, അതാ കഥ. പക്ഷേ ആ കഥയ്ക്കകത്ത് എന്തൊക്കെ സംഭവവാസങ്ങൾ എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. ഓക്കെ,
അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത്, കാരണം ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്, അതിനകത്ത് ഇമോഷൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം പ്രിയാമണിയാണ് ഇതിൽ അവിടെ വെച്ചിട്ടുണ്ട്. പ്രിയാമണി ത്രൂ ഔട്ട് ക്യാരക്ടർ ആണല്ലോ. പ്രിയാമണി ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ ഇത് ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പം പ്രിയാമണി അല്ല അതിന് ഡബ് ചെയ്തേക്കുന്നത്. ഇപ്പം ഒരു ത്രൂ ഔട്ട് ഒരു ഇതിന് പുതിയൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കുക, അതായത് പ്രിയാമണിയുടെ കോർട്ടിൽ പ്രിയാമണിയെ കാണിക്കുന്നു, മറ്റൊരാൾ ഡബ് ചെയ്യുന്നു. ശരിക്കും ആ ഫീലിങ്സ് ആ ഡബിങ്ങിലൂടെ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പരിധിവരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ആ വ്യക്തി തന്നെ ഡബ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് നടക്കാറില്ല. കാരണം പ്രിയാമണിക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം. പക്ഷെ അതിനകത്ത് ക്യാരക്ടർ നമ്മളൊരു മലയാളി ഇത് വയ്ക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരിത് വരുന്നത് കൊണ്ടാണ്, അത്രയൊരു പെർഫെക്റ്റ് ആയിട്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കാൻ തീരുമാനിച്ചത്. എന്നിരുന്നത് പ്രിയാമണി ചെയ്യുന്ന പോലെ 100% വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. റിയ അത്യാവശ്യം അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരത്തി നന്നായിട്ട് ഇംഗ്ലീഷും സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് ആ രീതിയിലാണ് ചെയ്തത്. എപ്പോഴും തന്നെത്താൻ ചെയ്യാമെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ ജിത്തു ചേട്ടാ, അപ്പം ഇത്രയും നേരം റേഡിയോ മിർച്ചിക്ക് വേണ്ടിയിട്ട് താങ്കളുടെ സമയം തന്നതിന് ഒരുപാട് നന്ദി. നേരെ എത്ര സസ്പെൻസ് ഇല്ല, ത്രില്ലർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയാനായിട്ട് വല്ലാത്ത എക്സ്പെക്ടേഷൻ പ്രേക്ഷകരായ ഞങ്ങളുടെ മനസ്സിൽ. അതിനകത്തൊരു കുഴപ്പമില്ല, ഞങ്ങൾ സബ് ടൈറ്റിലിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ എഡിറ്റർ പറഞ്ഞു ഇതിങ്ങനെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം സബ് ടൈറ്റിൽ ചെയ്ത ആൾ ഇതെല്ലാം കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എങ്ങനെയുണ്ട്, അപ്പോൾ അവിടെ നന്നായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കാര്യം നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് ജിത്തു ജോസഫിൻ്റെ പടാന്ന് പറയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യാനാ, അങ്ങനെ ഇല്ല, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കാതെ വരിക. പ്രതീക്ഷിക്കാതെ വരാനാണ് അദ്ദേഹം പറയുന്നത്. പറ്റുമെന്ന് എനിക്കറിയാമില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അങ്ങനെ പറ്റുന്നവർക്ക് പോയി കാണാം. പക്ഷേ സിനിമ കണ്ടിരിക്കും, തിയേറ്ററിൽ തന്നെ വന്ന്. അത് വലിയ കാര്യം. അപ്പോൾ താങ്ക് യു സോ മച്ച് ജിത്തു ചേട്ടാ. താങ്ക് യു.